Hi, hello, my dear students. This is the part 1 video of class 9, chapter 3, Plato, where the earth's history slumbers. പ്രിയപ്പെട്ട കുട്ടികളെ ഇത് 9th ക്ലാസ്സുകാരുടെ ചാപ്റ്റർ 3 ചാപ്റ്ററാണ്. അവരുടെ നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ഇത് സോഷ്യൽ സയൻസ് ടു അതായത് നമ്മുടെ ജോഗ്രഫിയിലെ തേർഡ് ചാപ്റ്ററാണ്. ഈ തേർഡ് ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിന് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 3. അപ്പോൾ ജോഗ്രഫിയുടെ പുസ്തകത്തിൽ നിന്നുള്ള ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസ് 2 ടെക്സ്റ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. ചാപ്റ്റർ 3 ആണ് പ്ലേറ്റോ, വേർ ദ എർത്ത്സ് ഹിസ്റ്ററി സ്ലംബേഴ്സ്. അപ്പം നമ്മൾ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ഫസ്റ്റ് ടൈം പോർഷനായിരുന്നു. അത് രണ്ടും നമ്മൾ എന്താ പഠിച്ചത്? ഫിസിക്കൽ ഡിവിഷനിലെ ആദ്യത്തെ 2 ഡിവിഷൻസാണ് നമ്മൾ ആ 2 ചാപ്റ്ററിലായിട്ട് പഠിച്ചത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ നോർത്തേൺ മൗണ്ടൻ. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താണ്? നോർത്തേൺ പ്ലെയിൻ. അപ്പോൾ നോർത്തേൺ മൗണ്ടനും നോർത്തേൺ പ്ലെയിനും നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ടൈമിലേക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ സെക്കൻഡ് ടൈം പോർഷനാണ് ചാപ്റ്റർ 3. അപ്പോൾ മൂന്നാമത്തെ ഫിസിക്കൽ ഡിവിഷൻ പ്ലേറ്റോ, പെനിൻസുലാർ പ്ലേറ്റോ എന്നുള്ള നമ്മുടെ മൂന്നാമത്തെ ഡിവിഷൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പെനിൻസുലാർ പ്ലേറ്റോ, അതിൻ്റെ പൊസിഷൻ, ലൊക്കേഷൻ, സോയിൽ, ഫോണ ആൻഡ് ഫ്ലോറ, ലൈഫ് ഓഫ് ദ പീപ്പിൾ, സോയിൽ, മിനറൽസ്, എവറിതിങ്. അപ്പോൾ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോയുടെ എല്ലാ ഡീറ്റെയിൽസും വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. നമ്മുടെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പം നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോയെ ഒന്ന് പഠിക്കാം. ഫിസിക്കൽ ഡിവിഷൻ നമുക്ക് നമ്മുടെ മാപ്പ് ഒന്ന് കാണാം. ഓക്കെ, ഇന്ത്യ ഫിസിക്കൽ. ഈ മാപ്പിലേക്ക് എല്ലാവരും ഒന്ന് നോക്കുകയും ഇതിനകത്ത് എല്ലാ ഫിസിക്കൽ ഡിവിഷൻസും കാണിച്ചിരിക്കുന്നുണ്ട്. ബ്രൗൺ കളർ നോർത്തേൺ മൗണ്ടൻ, ദെൻ this next northern plain which is the color this green color, then the great Indian desert that is yellow color, then the Deccan Plateau എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതാണ് പെനിൻസുലാർ പ്ലേറ്റോയുടെ ഒരു ഓൾമോസ്റ്റ് ഓൾ റീജിയൻസും കവർ ചെയ്യുന്നത് ഡെക്കാൻ പ്ലേറ്റോ ആയതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നത് ദ ഡെക്കാൻ പ്ലേറ്റോ എന്ന് തന്നിരിക്കുന്നതാണ്. അതായത് ഒരു ബേജ് കളറിൽ, അല്ലേ, ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റത്തില്ല, സോറി, ബേജ് കളറിൽ തന്നിരിക്കുന്ന ആ ഒരു വലിയ പോർഷൻ നിങ്ങൾ കണ്ടല്ലോ, അതാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ. ദെൻ കോസ്റ്റൽ പ്ലെയിൻ, അത് ഡാർക്ക് ഗ്രീൻ കളറിലാണ് തന്നിരിക്കുക. ദെൻ ഐലൻഡ്സ്, അല്ലേ, നമ്മുടെ അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാളിലും കാണുന്ന ഐലൻഡ്സ്. സോ 5 ഫിസിക്കൽ ഡിവിഷൻസിലെ നമ്മൾ ഏതാണ് ഇപ്പം പഠിക്കുന്നത്? ദ തേർഡ് വൺ, ദാറ്റ് ഈസ് ദ പെനിൻസുലാർ പ്ലേറ്റോ. ഇവിടെ ബേജ് കളറിൽ തന്നിരിക്കുന്ന ആ വലിയ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ്, ഈ ഫിസിക്കൽ ഡിവിഷനിലെ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഡിവിഷനാണ് പെനിൻസുലാർ പ്ലേറ്റോ. നോക്കിക്കേ, അല്ലേ, നമ്മുടെ കോസ്റ്റൽ ഏരിയ ആണെങ്കിലും നമ്മുടെ നോർത്തേൺ പ്ലെയിൻ ആണെങ്കിലും മൗണ്ടൻ ഏരിയ ആണെങ്കിലും ഡെസേർട്ട് ആണെങ്കിലും വളരെ സ്മോൾ ഏരിയ ആണുള്ളത്. പക്ഷേ ഏറ്റവും വലിയ ഏരിയ ആയിട്ട് വരുന്നത് എന്താണ്? പെനിൻസുലാർ പ്ലേറ്റോയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാപ്റ്റർ വളരെ ലോങ് ആണ്. അത് ധാരാളം പെനിൻസുലാർ പ്ലേറ്റോയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് നമുക്ക് ധാരാളം ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും പഠിച്ചു പോകാം. ഓക്കെ, നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഈ ഫിസിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ നിങ്ങളൊന്ന് വരയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അവിടെ നിങ്ങൾ പെനിൻസുലാർ പ്ലേറ്റോ, ഇവിടെ എഴുതിയിരിക്കുന്ന ഡെക്കാൻ പ്ലേറ്റോ എന്ന് എഴുതിയിരിക്കുന്നത്, യു ഹാവ് ടു റൈറ്റ് ദ പെനിൻസുലാർ പ്ലേറ്റോ. ഓക്കെ, ദെൻ general informations of peninsular plateau.
നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കൊന്ന് കാണാം. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്ഡ് ഫിസിയോഗ്രാഫിക് യൂണിറ്റ്. ട്രയാങ്കുലർ ഷേപ്പ്, ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം, ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എന്താണെന്ന്. അതിന് എത്ര സൈഡാണ് ഉള്ളത്? 3 സൈഡ്സ് അല്ലേ, 3 സൈഡുള്ള ട്രയാങ്കുലർ ഷേപ്പിലാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, വൈ ഇറ്റ് ഈസ് കോൾഡ് പെനിൻസുലാർ പ്ലേറ്റോ? ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുക, നമുക്ക് ആ മാപ്പിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. ഈ ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ സൗത്ത് ഭാഗത്തിൻ്റെ ആ ഒരു പൊസിഷൻ എങ്ങനെയാണ്? നമ്മുടെ ഓഷ്യനിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലത്തെ ഒരു രൂപമാണ് അല്ലേ. ബേ ഓഫ് ബംഗാൾ ഇപ്പുറത്തുണ്ട്, നമ്മുടെ വെസ്റ്റ് ഭാഗത്ത് നമ്മുടെ അറേബ്യൻ സീ ഉണ്ട്. പക്ഷേ ബേ ഓഫ് ബംഗാൾ എന്നും അറേബ്യൻ സീ എന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ റിയൽ നെയിം എന്താണ്? ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ എന്നാണ് ഈ ഓഷ്യൻ്റെ പേര് അല്ലേ. പലപ്പോഴും പല കുട്ടികളും ചിന്തിക്കുന്നത് ബേ ഓഫ് ബംഗാൾ ഒരു ഓഷ്യനാണ്, അതുപോലെ അറേബ്യൻ സീ വേറൊരു ഓഷ്യനാണെന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ പ്രാദേശികമായിട്ട് ബേ ഓഫ് ബംഗാൾ എന്ന്, ബംഗാളിൻ്റെ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് അതിനെ ബേ ഓഫ് ബംഗാൾ എന്നും, അതൊരു ബേ ആയതുകൊണ്ട് അതിനെ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറബികൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് ട്രേഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സീയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ അതിനെ അറേബ്യൻ സീ എന്നൊക്കെ വിളിക്കുന്നതേ ഉള്ളൂ. റിയലി ദ നെയിം ഈസ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇന്ത്യയുടെ സൗത്ത് ഭാഗം എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു തള്ളി നിൽക്കുന്ന പോലെ അല്ലേ, ഇങ്ങനെ തള്ളി അതിനകത്തോട് നിൽക്കുന്ന പോലെ. ആ ഒരു രീതിക്കാണ് നമ്മൾ പെനിൻസുലാർ എന്ന് പറയുക. ഈ പെനിൻസുലാറിലുള്ള പ്ലേറ്റോ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുക? പെനിൻസുലാർ പ്ലേറ്റോ. പെനിൻസുലാർ പ്ലേറ്റോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്താ കണ്ടത്? ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്പ് പ്ലേറ്റോ. കണ്ടോ, ട്രയാങ്കുലർ ഷേപ്പ് അല്ലേ? ഓക്കെ. Then the second point, the average altitude of 600 to 900 meters above the mean sea level. ഇവിടെയുള്ള പ്രദേശങ്ങളെല്ലാം മാക്സിമം അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്, അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 600 to 900 മീറ്റേഴ്സ് ആണ്. എന്നാൽ ചില പീക്കുകൾക്കൊക്കെ ഇതിനേക്കാൾ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ആനമുടിയൊക്കെ പോലെയുള്ള ചില പീക്സ് അതിന് ഹൈറ്റ് കൂടും. പക്ഷേ ഒരു ആവറേജ് എന്ന് പറയുന്നത് 600 to 900 meters. This unique physical division have physical diversities like extensive table land bordering, mountain ranges and hills, shallow river valleys and diverse flora and fauna. ഈ യുണീക്ക് ഫിസിക്കൽ ഡിവിഷനെ, നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോയെ നമുക്കൊരു യുണീക്ക് ഫിസിക്കൽ ഡിവിഷൻ എന്ന് പറയാം. അതിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ചില പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് ഈ പെനിൻസുലാർ പ്ലേറ്റോ. അതിന് മാത്രമായിട്ടുള്ള പ്രത്യേകതകൾക്കാണ് യുണീക്ക് എന്ന് നമ്മൾ പറയുക. യുണീക്ക് ഫിസിക്കൽ ഡിവിഷൻ. എന്തൊക്കെയാണ് അതിൻ്റെ ഡൈവേഴ്സിറ്റീസ്? എക്സ്റ്റെൻസീവ് ടേബിൾ ലാൻഡ് ബോർഡറിങ്, ടേബിൾ പോലെ കാണപ്പെടുന്ന ബോർഡറിങ് ഉള്ള സ്ഥലങ്ങളുണ്ട്. മൗണ്ടൻ റേഞ്ചസും ഹിൽസും ഉണ്ട്. ഷാലോ റിവർ വാലീസ് ഉണ്ട്. ഫ്ലോറ ആൻഡ് ഫോണ അവിടെ ഡൈവേഴ്സ് ആണ്. എന്താണ് ഫ്ലോറ ആൻഡ് ഫോണ? അവിടുത്തെ വെജിറ്റേഷൻസ് ആൻഡ് ആനിമൽസ്, വളരെ ഡൈവേഴ്സിറ്റി ഉള്ള വെജിറ്റേഷൻസ്, വളരെ ഡൈവേഴ്സിറ്റി ഉള്ള ആനിമൽസ്, അതുപോലെ റിവർ വാലീസ് ഉണ്ട്, ഹിൽസ്, മൗണ്ടൻസ്, ടേബിൾ ബോർഡറിങ് ലാൻഡ്സ്, അങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിസിക്കൽ ഡിവിഷൻസ് ഉള്ള ഒരു പ്രദേശമാണ് പെനിൻസുലാർ പ്ലേറ്റോ. ഓക്കെ. ദിസ് ഡിവിഷൻ ഹോൾഡ്സ് ദ മേജർ ഷെയർ ഓഫ് ദ പെനിൻസുലാർ ഇന്ത്യ. ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തിൻ്റെ ആ ഒരു പ്രത്യേക ഷേപ്പുള്ള ഭാഗത്തെയാണ് പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുക. സൗത്ത് ഇന്ത്യയാണ്. ഈ സൗത്ത് ഇന്ത്യയുടെ ഒരു മേജർ പോർഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പെനിൻസുലാർ പ്ലേറ്റോ ആണ്. പിന്നെ അവിടെയുള്ള പോർഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഏറ്റവും അരികിലായിട്ട് നമുക്ക് കോസ്റ്റൽ ലാൻഡ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. നമ്മുടെ ഡാർക്ക് ആ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന കോസ്റ്റൽ ലാൻഡ്സ്. അപ്പോൾ കോസ്റ്റൽ ലാൻഡ്സ് ഒഴിച്ചു വെച്ചാൽ ബാക്കി പെനിൻസുലാർ ഇന്ത്യയുടെ മുഴുവൻ ഭാഗവും എന്ത് തന്നെയാണ്? പ്ലേറ്റോ ആണ്, പെനിൻസുലാർ പ്ലേറ്റോ. ദിസ് ഡിവിഷൻ ഹോൾഡ്സ് ദ മേജർ ഷെയർ ഓഫ് ദ പെനിൻസുലാർ ഇന്ത്യ. ദിസ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദ വേൾഡ്. ലോകത്തിലേക്കും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പഴക്കം ചെന്ന ലാൻഡ് ഫോമാണ് പെനിൻസുലാർ പ്ലേറ്റോ. അപ്പോൾ ഇന്ത്യയുടെ പെനിൻസുലാർ പ്ലേറ്റോ ആ ലാർജ് എക്സ്റ്റെൻസീവ് ഏരിയ എന്ന് പറയുന്നത് അത് ഓൾഡസ്റ്റ് വൺ ആണ്. ഓക്കെ. ഇറ്റ്സ് ബോർഡേഴ്സ് ആർ, പെനിൻസുലാർ പ്ലേറ്റോയുടെ ബോർഡേഴ്സ് ഏതൊക്കെയാണ്? എന്താണ് ബോർഡർ? അതിൻ്റെ അതിര്. വെസ്റ്റ് ഭാഗത്ത് വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റേൺ ഘട്ടും. ഓക്കെ, എന്ത് എളുപ്പമുണ്ട് നമുക്ക് പഠിക്കാൻ അല്ലേ. ഇറ്റ്സ് ബോർഡേഴ്സ് ആർ ഇൻ ദ വെസ്റ്റ് വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഇൻ ദ ഈസ്റ്റ് ഈസ്റ്റേൺ ഘട്ട്. അതായത്
പെൻസുലാർ പ്ലേറ്റോയുടെ വെസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഘട്ട. അതിന് നമ്മൾ വേറൊരു പേര് വിളിക്കുമല്ലോ, സഹ്യ. നമ്മുടെ സഹ്യ മൗണ്ടൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടാണ്. അത് എവിടുന്ന് എവിടം വരെയുണ്ട്? ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ. അത് ടീച്ചർ കാണിച്ചു തരാം, നമുക്ക് മാപ്പിനകത്ത് കാണാം. ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ വെസ്റ്റ് ഭാഗത്ത് നീണ്ട് നിവർന്ന് കിടക്കുന്ന നമ്മുടെ വെസ്റ്റേൺ ഘട്ട്, അതാണ് പെൻസുലാർ പ്ലേറ്റോയുടെ വെസ്റ്റേൺ അതിര്. അതുപോലെ ഈസ്റ്റിലേക്ക് പോയാലോ, ഈസ്റ്റേൺ ഘട്ട്. അത് എവിടെ തൊട്ട് എവിടം വരെയാണ്? നമ്മുടെ ഒഡീസയുടെ ഭാഗം തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഒരു ഈസ്റ്റേൺ ഘട്ടും നമുക്കുണ്ട്, ഒരു വെസ്റ്റേൺ ഘട്ടും നമുക്കുണ്ട്. ഈ രണ്ട് വെസ്റ്റേണും ഈസ്റ്റേണും ഘട്ടുകളാണ് എന്തിൻ്റെ ബോർഡർ? നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ ബോർഡർ. അപ്പോൾ പെൻസുലാർ പ്ലേറ്റോയുടെ ജനറൽ ഇൻഫർമേഷൻ മനസ്സിലായല്ലോ. അത് ട്രയാങ്കുലർ ഷേപ്പാണ്. അതിൻ്റെ ആവറേജ് ഹൈറ്റ് 600 to 900 മീറ്റേഴ്സ് ആണ്. അതൊരു യുണീക്ക് ഡിവിഷനാണ്. ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മേജർ ഷെയർ, പെൻസുലാർ ഇന്ത്യയുടെ മേജർ ഷെയറും പെൻസുലാർ പ്ലേറ്റോയാണ്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് വൺ ഇൻ ദ വേൾഡ്. ദെൻ ദ ബോർഡേഴ്സ് ആർ വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ രണ്ട് ഡിവിഷൻസ് നമുക്കൊന്ന് കാണാം കേട്ടോ. ഈസ്റ്റേൺ ഘട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. എവിടെയാണ് ഈസ്റ്റേൺ ഘട്ട്? ഈസ്റ്റേൺ ഘട്ട് നമ്മുടെ എഴുതിയിട്ടുണ്ട്. വെസ്റ്റേൺ ഘട്ടെന്ന് വെസ്റ്റിലും എഴുതിയിട്ടുണ്ട്. ഈ ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ പ്ലേറ്റോയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡെക്കാൻ പ്ലേറ്റോയും സെൻട്രൽ ഹൈലാൻഡും. സെൻട്രൽ ഹൈലാൻഡ് അവിടെ ഏത് കളറിലാണ് കാണുന്നത്? ഒരു പിങ്ക് കളറിൽ കാണുന്ന സെൻട്രൽ ഹൈലാൻഡ് എന്ന് കാണുന്നില്ലേ? അത് നമ്മുടെ പ്ലേറ്റോയാണ്, പെനിസുലാർ പ്ലേറ്റോയാണ്. പിന്നെ താഴേക്ക് നോക്കിക്കേ, അതെന്ത് കളറാണ്? ഒരു ആഷ് കളറ് അല്ലേ? ആഷ് കളറിൽ കാണുന്ന ഡെക്കാൻ പ്ലേറ്റോ, അതും നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയാണ്. ഓക്കെ, അപ്പോൾ പെൻസുലാർ പ്ലേറ്റോയുടെ റിയൽ ആകൃതി നിങ്ങളൊന്ന് നോക്കിയേ. സെൻട്രൽ ഹൈലാൻഡും ഡെക്കാൻ പ്ലേറ്റോയോട് ചേർന്ന് വരുന്ന ആ ഒരു ഏരിയ മുഴുവൻ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെസ്റ്റ് ഭാഗത്ത് ഏതാണ് അതിൻ്റെ ബോർഡർ? വെസ്റ്റേൺ ഘട്ട്. ഈസ്റ്റ് ഭാഗത്ത് എന്താണ് അതിൻ്റെ ബോർഡർ? ഈസ്റ്റേൺ ഘട്ട്. ഓക്കെ, ഈസ്റ്റേൺ ഘട്ട് എവിടുന്ന് എവിടം വരെയുണ്ട്? ഒറീസ തൊട്ട് കന്യാകുമാരി വരെ. വെസ്റ്റേൺ ഘട്ട് എവിടുന്ന് എവിടം വരെയുണ്ട്? നമ്മുടെ ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ. എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മുടെ മാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പെനിസുലാർ പ്ലേറ്റോയെ നമ്മൾ രണ്ടായിട്ട് അതിരിക്കുന്നത് അത് നമ്മൾ കാണാൻ പോവുകയാണേ. അതിപ്പോഴേ ഒന്ന് കണ്ടുവെച്ചു, ഡെക്കാൻ പ്ലേറ്റോ എന്നും സെൻട്രൽ ഹൈലാൻഡ് എന്നും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഒരു ഡെഫിനിഷൻ പഠിക്കാൻ പോവുകയാണെ. വാട്ട് ഈസ് എ പ്ലേറ്റോ? എന്താണ് ഒരു പ്ലേറ്റോ? നമ്മളെപ്പോഴും പ്ലേറ്റോ 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 എന്ന് പറയുന്നു. എന്താണ് ഈ പ്ലേറ്റോ? പ്ലേറ്റോസ് ആർ ദ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആൻഡ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോംസ് സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. അതായത് പ്ലേറ്റോ എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ലാൻഡ് ഫോം എന്ന് പറയുന്നത് അത് ഫ്ലാറ്റ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിരിക്കും. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെവൽ ഏരിയ ആയിരിക്കും, ലെവലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം. അത് വളരെ വിസ്തൃതിയുള്ള ലാൻഡ് ഫോംസും ആയിരിക്കും. ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പം അത് ലെവലായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും, അത് എക്സ്റ്റെൻസീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലാർജ് ഏരിയ ഉണ്ടായിരിക്കും. ഇനി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇറ്റ് സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹൈ എലിവേഷൻ. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് ഒരു ഹൈ എലിവേഷനിലുമായിരിക്കും. ഒരു 600 to 900 മീറ്റേഴ്സ് ഒക്കെ എലിവേഷൻ കാണും. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം അതിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം താന്നു കിടക്കും. ഈ പ്ലേറ്റോ മാത്രം ഇച്ചിരി ഉയരത്തിൽ നിൽക്കും. ഓക്കെ, സറൗണ്ടിങ്സിൽ നിന്നും കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ആയിരിക്കും. പക്ഷേ നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അതിന് രണ്ട് പ്രത്യേകത കാണും. ഫ്ലാറ്റ് ആയിരിക്കും, എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം ആയിരിക്കും. അത് നല്ല നിരപ്പുള്ളതും അതുപോലെ തന്നെ വളരെ ലാർജും ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അതൊരു മേശ പോലെ ഇരിക്കും. ഇപ്പം നമ്മളൊരു ടീച്ചർ ഇരിക്കുന്ന ഈ മേശ ഇതുപോലെ ഇരിക്കും ഒരു പ്ലേറ്റോ. അതായത് ചുറ്റുപാടുമുള്ള തറയിൽ നിന്ന് അതിനൊരു ഹൈറ്റ് ഉണ്ട്. എന്നാൽ മുകളിൽ വന്നു കഴിയുമ്പോഴോ അത് എക്സ്റ്റെൻസീവ് ആയിരിക്കും, അത് ഫ്ലാറ്റ് ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പ്ലേറ്റോസിന് എത്ര പ്രത്യേകത കാണും? 3 പ്രത്യേകതയുണ്ട്. മുകളിൽ അത് ഫ്ലാറ്റാണ്, എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം ആണ്. പക്ഷേ അത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹൈ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. അപ്പോൾ ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോളുക. വാട്ട് ഈസ് എ പ്ലേറ്റോ? അപ്പോൾ ഒരു പ്ലേറ്റോ എന്ന് പറയുന്ന ലാൻഡ് ഫോം കണ്ടെത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കമ്പാരിറ്റീവ്ലി ഹൈ എലിവേഷനിലാണോ സറൗണ്ടിങ്സിൽ നിന്ന് നോക്കുക. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അത് ഫ്ലാറ്റും വളരെ എക്സ്റ്റെൻസീവ് ആണോ എന്ന് നോക്കുക. ദിസ് ഈസ് പ്ലേറ്റോ. ഓക്കെ, ദെൻ പ്ലേറ്റോ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റോസ് ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ? ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് പ്ലേറ്റോസിനെ 3 ആയിട്ട് തിരിക്കാം. അതായത് ഈ ലോകത്ത് 3 തരം പ്ലേറ്റോസ് ഉണ്ട്. ഇത് ജനറൽ ഡിവിഷനാണ്.
ഓക്കെ, അല്ലാതെ നമ്മുടെ ഇന്ത്യയിലെ പ്ലേറ്റോയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ല. ഇത് പിന്നെ എന്താണ്, നിങ്ങൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ തോന്നും, അയ്യോ ഇത് ഇങ്ങനെ തിരിക്കുന്നു, പിന്നെ ഇന്ത്യയിലെ പ്ലേറ്റോയെ തിരിക്കുമ്പോൾ ഡെക്കാൻ പ്ലേറ്റോ എന്നും സെൻട്രൽ ഹൈലാൻഡ് എന്നും പറയുന്നു, അതെന്താ അങ്ങനെ വന്നെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലേറ്റോകളെ, അതായത് ഈ പ്ലേറ്റോസ് എന്ന് പറയുന്ന ലാൻഡ് ഫോംസിനെ നമുക്ക് ജനറലായിട്ട് 3 ടൈപ്പിൽ പ്ലേറ്റോസ് കാണപ്പെടുന്നുണ്ട്. ഇത് വേൾഡിൽ മൊത്തത്തിലുള്ള ഒരു ഡിവിഷനാണ്. ഓക്കെ, ഇന്റർമൗണ്ടൻ പ്ലേറ്റോസ്, പിഡ്മോണ്ട് പ്ലേറ്റോസ് ആൻഡ് കോണ്ടിനെന്റൽ പ്ലേറ്റോസ്. എന്താണ് ഇന്റർമൗണ്ടൻ പ്ലേറ്റോ? ഈ മൗണ്ടൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ മൗണ്ടൻ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ഇന്റർമൗണ്ടൻ പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റോസ് വളരെ എക്സ്റ്റെൻസീവ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും, പക്ഷേ മൗണ്ടൻസിൻ്റെ ഇടയിലായിരിക്കും. മൗണ്ടെയിൻ എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നാന്നോ? മൗണ്ടൻ എന്നുള്ള ഇന്റർമൗണ്ടൻ എന്നുള്ള വാക്കാണ് ഈ ഇന്റർമൗണ്ടെയിൻ. ഓക്കെ, അപ്പോൾ അത്തരം പ്ലേറ്റോസിൻ്റെ കിടപ്പെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 2 മൗണ്ടൻ്റെ ഇടയിലായിരിക്കും, വളരെ എക്സ്റ്റെൻസീവ് ആയിരിക്കും, ഫ്ലാറ്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇന്റർമൗണ്ടൻ പ്ലേറ്റോ. ഇനി വേറൊരു തരം പ്ലേറ്റോസ് ഉണ്ട്, പിഡ്മോണ്ട് പ്ലേറ്റോസ് എന്ന് പറയും. പിഡ്മോണ്ട് പ്ലേറ്റോസ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ഇതുപോലുള്ള എന്താണ് ഹിൽസും ഒക്കെയുള്ള ചെറിയ മൗണ്ടൻസ് ഒക്കെയുള്ള ടൈപ്പിലുള്ള ഒരു പ്ലേറ്റോ. അങ്ങനെയുള്ള പ്ലേറ്റോ ആണെങ്കിൽ നമുക്കതിനെ പിഡ്മോണ്ട് പ്ലേറ്റോസ് എന്ന് വിളിക്കാം. ഇനി കോണ്ടിനെൻ്റൽ പ്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോണ്ടിനെൻ്റ് പോലെ, അതിന് കോണ്ടിനെൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും കോണ്ടിനെൻ്റൽ പ്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മുടെ വലിയ ഇപ്പം നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻ്റ് എന്നൊക്കെ പറയുന്ന പോലുള്ള കോണ്ടിനെൻ്റ് പോലുള്ള പ്ലേറ്റോ ആണ്. അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കോണ്ടിനെൻ്റൽ പ്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ലാർജ് ആയിരിക്കും. ഓക്കെ, ഒരുപാട് വലുപ്പം കാണും. ഒരു വളരെ ലാർജ് എക്സ്റ്റെൻസീവ് ഏരിയ ഉള്ള പ്ലേറ്റോസിനെയാണ് കോണ്ടിനെൻ്റൽ പ്ലേറ്റോസ് എന്ന് പറയുന്നത്. അല്ലാതെ അതിന് കോണ്ടിനെൻറ്റുമായിട്ട് ഏഷ്യ, ആഫ്രിക്ക എന്നൊക്കെ പറയുന്ന കോണ്ടിനെൻറ്റുമായിട്ടൊന്നും അതിനൊരു ബന്ധവുമില്ല. കോണ്ടിനെൻ്റൽ പ്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതത്ര ചെറുതൊന്നുമല്ല. വളരെ ഒരു കോണ്ടിനെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലാർജ് ഏരിയാസ് ഉള്ള പ്ലേറ്റോസിനെയാണ് കോണ്ടിനെൻ്റൽ പ്ലേറ്റോസ് എന്ന് പറയുക. അപ്പോൾ പ്ലേറ്റോസിനെ നമുക്ക് മൊത്തത്തിൽ 3ആയിട്ട് തിരിക്കാം: ഇന്റർമൗണ്ടൻ പ്ലേറ്റോ, പിഡ്മോണ്ട് പ്ലേറ്റോസ് ആൻഡ് കോണ്ടിനെൻ്റൽ പ്ലേറ്റോസ്. ഇന്റർമൗണ്ടൻ പ്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ്റെ ഇടയിലായിരിക്കും. പിഡ്മോണ്ട് പ്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ ഹിൽസും ചെറിയ മൗണ്ടൻസും ഒക്കെ കാണും ഈ പ്ലേറ്റോയിൽ തന്നെ. അടുത്തത് കോണ്ടിനെൻ്റൽ പ്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ ലാർജ് എക്സ്റ്റെൻസീവ് പ്ലേറ്റോസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പ്ലേറ്റോസിനെ നമുക്ക് എങ്ങനെ തിരിക്കാം? 3ആയിട്ട് തിരിക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ നമ്മൾ കണ്ട ഇന്ത്യയുടെ സൗത്ത് ഭാഗം മുഴുവൻ നമുക്കറിയാം പ്ലേറ്റോയ അല്ലേ? അത് ലാർജ് എക്സ്റ്റെൻസീവ് ഏരിയയാണ്. നമ്മുടെ ഫിസിക്കൽ ഡിവിഷനിലെ ഏറ്റവും ലാർജ് വണ്ണാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഈ പറയുന്ന പ്ലേറ്റോയിലുള്ളത്? നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോയിലെ നമ്മുടെ സ്റ്റേറ്റുകളെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള. ഇത്രയും സ്റ്റേറ്റുകൾ അതിൻ്റെ ഉള്ളിൽ വരും. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മാപ്പ് ടീച്ചർ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത്രയും സ്റ്റേറ്റുകളെ കവർ ചെയ്യുന്നതാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ. വെറുതെയാണോ അത് ഇത്രയും വലിയ ലാർജ് എക്സ്റ്റെൻസീവ് ഏരിയ ആണെന്ന് നമ്മൾ പറയുന്നത്? ഓക്കെ, ഇനി ഇന്ത്യയുടെ പെനിൻസുലാർ പ്ലേറ്റോയെ നമ്മൾ 2ആയിട്ടാണ് തിരിക്കുന്നത്: ദ ഡെക്കാൻ പ്ലേറ്റോ ആൻഡ് ദ സെൻട്രൽ ഹൈലാൻഡ്. ഡെക്കാൻ പ്ലേറ്റോ എന്നും സെൻട്രൽ ഹൈലാൻഡ് എന്നും നമ്മുടെ ഇന്ത്യൻ പെനിൻസുലാർ പ്ലേറ്റോയെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഡെക്കാൻ പ്ലേറ്റോ, അതാണ് സൗത്തിൽ കിടക്കുന്നത്. അതിന് മുകളിലായിട്ട് നോർത്തിലായിട്ട് കിടക്കുന്ന ഭാഗമാണ് ദ സെൻട്രൽ ഹൈലാൻഡ്. ഒന്നുകൂടി കാണണോ? അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് കണ്ടേക്കാം. ഇത് കണ്ടോ? ഡെക്കാൻ പ്ലേറ്റോ, സെൻട്രൽ ഹൈലാൻഡ്. ഇങ്ങനെയാണ് നമ്മുടെ സ്വന്തം പ്ലേറ്റോയെ, നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റോയെ നമ്മൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. അത് ടീച്ചർ വീണ്ടും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു. നോക്കിക്കോ, ഡെക്കാൻ പ്ലേറ്റോ ആൻഡ് സെൻട്രൽ ഹൈലാൻഡ്. ഓക്കെ, ദെൻ ഡെക്കാൻ പ്ലേറ്റോയുടെ ലൊക്കേഷൻ നമുക്കൊന്ന് ആദ്യം നമ്മൾ ഡെക്കാൻ പ്ലേറ്റോ പഠിക്കുന്നു. ഇന്ന് ഡെക്കാൻ പ്ലേറ്റോ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ സെൻട്രൽ ഹൈലാൻഡ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ ആ 2 ഡിവിഷനിൽ ഒന്നാമത്തേത് നമുക്ക് പഠിക്കുക, ദ ഡെക്കാൻ പ്ലേറ്റോ. ഡെക്കാൻ പ്ലേറ്റോയുടെ ലൊക്കേഷൻ നമുക്ക് ആദ്യം പഠിക്കാം. ദ ഡെക്കാൻ പ്ലേറ്റോ ഈസ് ദ എക്സ്റ്റെൻസീവ് പ്ലേറ്റോ ടു ദ സൗത്ത് ഓഫ് ദ സത്പുര റേഞ്ചസ്. സത്പുര റേഞ്ചസ് എന്ന് പറയുന്ന ഒരു ചെറിയ മൗണ്ടൻ നമുക്ക് അവിടെ ഉണ്ട്. വിന്ധ്യ സത്പുര എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ?
അതിൽ സത്പുര റേഞ്ചസിൻ്റെ സൗത്തിൽ വരുന്ന ഭാഗങ്ങളെ, ആ പ്ലേറ്റോ ഭാഗങ്ങളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഡെക്കാൻ പ്ലേറ്റോ. സത്പുര റേഞ്ചസ്, മൈക്കല റേഞ്ചസ് ആൻഡ് ദ മഹാഡോ ഹിൽസ് ഫ്രം ദ നോർത്തേൺ ബൗണ്ടറി ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റോ. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റോയുടെ നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുന്നത് സത്പുര റേഞ്ചസ് ഉണ്ട്, മൈക്കല റേഞ്ചസ് ഉണ്ട്, മഹാഡയോ ഹിൽസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന പ്രദേശങ്ങൾക്ക് സൗത്തിൽ കാണുന്ന പ്രദേശങ്ങളെയാണ് ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുക. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റോ എവിടെ വരും? ഇത് കണ്ടോ. അപ്പോൾ ഈ ഡെക്കാൻ പ്ലേറ്റോയുടെ, അതായത് ഈ നമ്മുടെ ഈ ഡെക്കാൻ പ്ലേറ്റോയുടെ നോർത്ത് ഭാഗത്തേക്ക് നോക്കുക അല്ലേ. ആ ഭാഗത്ത് കാണുന്ന 3 മലകളുടെ പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സത്പുര, അടുത്തത് മൈക്കല റേഞ്ചസ്, പിന്നെന്താ വരുന്നത്? മഹാഡയോ ഹിൽസ്. ഇതിൻ്റെ എല്ലാം സൗത്തിൽ വരുന്ന പ്രദേശത്തെയാണ് നമ്മൾ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സൗത്തിലാണ്. നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ സൗത്ത് ഭാഗമാണ് ഡെക്കാൻ പ്ലേറ്റോ. സതപുര റേഞ്ചസിൻ്റെയും സൗത്തിലായിരിക്കും ഡെക്കാൻ പ്ലേറ്റോ. അപ്പോൾ സത്യത്തിൽ സെൻട്രൽ ഹൈലാൻഡ് എന്നും ഡെക്കാൻ പ്ലേറ്റോ എന്നും പ്ലേറ്റോസിനെ രണ്ടായിട്ട് തിരിക്കുന്നത് ആ മൗണ്ടൻ വെച്ചിട്ടാണ്, സത്പുര. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കാണാം. കണ്ടോ, ആ ഒരു മാപ്പ് കണ്ടോ? സത്പുര റേഞ്ചസ് നിങ്ങളിവിടെ കണ്ടല്ലോ. അതേണ്ടി ഈ കാണുന്നത് വിന്ധ്യയുടെ താഴെ കാണുന്ന സത്പുര റേഞ്ചസ്, ആ റേഞ്ചിന് താഴേക്ക് വരുന്ന ഭാഗമാണ്, അല്ലെ സൗത്തിലേക്ക് വരുന്ന ഭാഗമാണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ. നോക്കിക്കുകയും കണ്ടല്ലോ സത്പുര റേഞ്ചസ് നോക്കുക. സത്പുര റേഞ്ചസിന് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ കളർ ഏതാ? ആ ഡാർക്ക് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ പെൻസുലാർ പ്ലേറ്റോ. അതിൽ സത്പുര റേഞ്ചസിൻ്റെ സൗത്തിൽ വരുന്ന ഭാഗങ്ങൾ, സൗത്ത് എന്ന് പറയുമ്പോൾ താഴേക്ക് വരുന്ന ഭാഗങ്ങളാണ് ഡെക്കാൻ. ആ സത്പുര റേഞ്ചസിൻ്റെ മുകളിൽ കാണുന്ന പച്ച ഭാഗമൊക്കെ എന്താണ്? നമ്മുടെ സെൻട്രൽ ഹൈലാൻഡാണ്. ഓക്കെ, what is the soil type of Deccan Plateau? Deccan Plateau is made up of crystalline rocks like basalt, granite and genesis. ക്രിസ്റ്റൽ രൂപത്തിൽ കാണപ്പെടുന്ന നമ്മുടെ ഉപ്പൊക്കെ ഉള്ള പോലെ പരലെ ക്രിസ്റ്റലൈൻ റോക്സ് ആയിട്ടുള്ള ബസാൾട്ട്, ഗ്രാനൈറ്റ്, ജെനാസിസ്, ഈ 3 തരം സോയിൽസാണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട സോയിൽ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാനൈറ്റും ബസാൾട്ടും ഒക്കെ വെട്ടിയെടുക്കുന്ന പ്രദേശങ്ങളാണ് ഡെക്കാൻ പ്ലേറ്റോ. അവിടെ ഇതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഗ്രാനൈറ്റും ബസാൾട്ടും, ഇതെങ്ങനെ ഉണ്ടാകുന്ന ഗ്രാനൈറ്റും ബസാൾട്ടും നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ഏതായാലും ഉരുകിയ മാഗ്മ പുറത്തേക്ക് തെറിച്ചു വരികയും അത് ലാവയായിട്ട് പുറത്തു വരികയും അത് ഉറഞ്ഞ് കട്ടിയായി ഉണ്ടാകുന്നതാണ് ഗ്രാനൈറ്റും ബസാൾട്ടും ഒക്കെ. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഗ്രാനൈറ്റ്, ബസാൾട്ട്, ജെനാസിസ് പോലുള്ള ക്രിസ്റ്റലൈൻ റോക്സ് ആണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോയിൽ കാണുക. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഗ്രാനൈറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അത് കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വെട്ടിയെടുക്കുന്ന സ്ഥലമാണ് ഡെക്കാൻ പ്ലേറ്റോ. ദ നോർത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ്, അത് പറയുന്നുണ്ട്, ഫോംഡ് ബൈ ദ ലാവ ഫ്ലോസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. ലാവ റോക്സ് ആണ് ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ തറയൊക്കെ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഗ്രാനൈറ്റാണ്. കാരണം അത് പ്യുവർ റോക്കാണ്, അല്ലാതെ ക്ലേ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ടൈൽ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം, അത് ക്ലേ ആണ്. അതിനേക്കാൾ ഉറപ്പുള്ളതാണ് ഗ്രാനൈറ്റ്, അത് റോക്കാണ്. ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കോൾഡ് ബസാൾട്ട്. ഈ ഡെക്കാൻ പ്രദേശത്തിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം, നോർത്ത് എവിടെയാണെന്നറിയാം അല്ലേ മോളെ? വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പം നോർത്ത് വെസ്റ്റ് ഭാഗം മുഴുവൻ ബസാൾട്ടാണ്. ഗ്രാനൈറ്റൊക്കെ പോലെ തന്നെയുള്ള ഒരു ലാവ ഉറഞ്ഞുണ്ടാകുന്ന ഒരു കല്ലിൻ്റെ പേരാണ് ബസാൾട്ട്. ഈ ബസാൾട്ട് അവിടെ കാണപ്പെടുന്നു നോർത്ത് വെസ്റ്റ് ഭാഗം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ആസ് ഡെക്കാൻ ട്രാപ്പ്. ഇനി ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു സോയിലാണ് ബ്ലാക്ക് സോയിൽ. നിങ്ങളെല്ലാം സോയിൽസ് ഓഫ് ഇന്ത്യ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സോയിലാണ് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ ഫോംഡ് ബൈ ദ വെതറിങ് ഓഫ് ബസാൾട്ട് ലോ. അപ്പോൾ ഈ ബസാൾട്ട് എന്ന് പറയുന്ന റോക്ക് പൊടിഞ്ഞുണ്ടാകുന്ന ബ്ലാക്ക് സോയിൽ, അതിനെ റെഗർ എന്ന് പറയും. റെഗർ ഈസ് ഹൈലി ഫെർട്ടൈൽ ആൻഡ് വിത്ത് മോർ വാട്ടർ റിറ്റെയിനിങ് കപ്പാസിറ്റി. അത് വളരെ ഫെർട്ടിലിറ്റി ഉള്ളതാണ്. റിഗർ എന്നാണ് അതിൻ്റെ പേര്. ഈ ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത് ബസാൾട്ട് എന്ന് പറയുന്ന ആ റോക്ക് ലാവ റോക്കാണ്. അത് വെതറിങ് മീൻസ് പൊടിയുക. വെതറിങ്ങിലൂടെ ഉണ്ടാകുന്ന സോയിലാണ് ബ്ലാക്ക് സോയിൽ. അത് ഡെക്കാണിൽ ധാരാളം കാണപ്പെടുന്നു. അത് ഹൈലി ഫെർട്ടൈലാണ്. അതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും ഉണ്ട്. സോ ദിസ് സോയിൽ ഈസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. Why? Because it is very useful for cotton cultivation.
കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ. കാരണം അവിടെ കാണുന്ന ബ്ലാക്ക് സോയിൽ കോട്ടൺ സോയിൽ എന്നാണ് അറിയപ്പെടുക. ബ്ലാക്ക് കോട്ടൺ സോയിൽ കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും നല്ലതാണ്. ഇറ്റ് ഈസ് വെരി ഫെർട്ടൈൽ സോയിൽ ആൻഡ് ഹൈലി വാട്ടർ റിറ്റെയിനിങ് കപ്പാസിറ്റി, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഡെക്കാണിൽ കാണുന്ന സോയിൽ ഏതാണ്? ബസാൾട്ട് ഗ്രാനൈറ്റ് ജെനാസിസ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലാവ ഉറഞ്ഞ്. ഇതിന് നിന്നുണ്ടാകുന്ന മണ്ണിൻ്റെ പേരെന്താണ്? ബ്ലാക്ക് സോയിൽ. ആ സോയിലിന് വേറൊരു പേരുണ്ടല്ലോ, റിഗർ. അതെങ്ങനെയാണ്? അത് വേറൊരു പേരെന്താണ്? ബ്ലാക്ക് കോട്ടൺ സോയിൽ. അത് ഏത് കൃഷിക്കാണ് അനുയോജ്യം? കോട്ടൺ കൾട്ടിവേഷൻ. ഓക്കെ, ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ മിനറൽസ് ഓഫ് ഡെക്കാൻ പ്ലേറ്റോ. ഡെക്കാൻ പ്ലേറ്റോയിൽ കാണുന്ന മിനറൽസ് ഏതൊക്കെയാണ്? എന്താണ് ഈ മിനറൽ എന്ന് പറഞ്ഞാൽ? ധാതു അല്ലേ, ധാതുക്കൾ. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്ന ഒരു എന്താണ് ട്രഷർ, അതായത് മിനറൽസിൻ്റെ, ഇന്ത്യയിലെ മിനറൽസിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഒരു വലിയ കലവറയാണെന്ന് നമുക്ക് പറയാം. അതിനെ ട്രഷർ അല്ലേ, കലവറ, ട്രഷറി അല്ലേ, ട്രഷറി എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ കലവറയാണ്. എന്തൊക്കെ മിനറൽസാണ് കാണുന്നത്? ലൈമുണ്ട്, അയണുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ, മിനറൽ സമ്പത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഡെക്കാൻ പ്ലേറ്റോയാണ്. ധാരാളം മിനറൽസ് നമുക്ക് അവിടെ നിന്ന് മൈൻ ചെയ്ത് കിട്ടുന്നുണ്ട്. ലൈം, അയൺ, മഗ്നീഷ്യം, അലൂമിനിയം. നമുക്കറിയാം അയണും മഗ്നീഷ്യവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ, അതുകൊണ്ടല്ലേ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അയൺ ഓറ്, അയൺ ഫാക്ടറികളെ, ഇരുമ്പുരുക്ക് ഫാക്ടറികളെ, സ്റ്റീൽ ഇൻഡസ്ട്രീസ്, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്പോസിറ്റ്സ് മുഴുവൻ എവിടെയാണ്? ഡെക്കാൻ പ്ലേറ്റോയിലാണ്. അയണുണ്ട്, അയണിൻ്റെ കൂടെ മഗ്നീഷ്യം കൂടെ ചേർത്താൽ മാത്രമേ അത് എന്തായി മാറുകയുള്ളൂ. അയണിനെ അയനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് തുരുമ്പിച്ചു പോകും. അതിനെ മഗ്നീഷ്യം കൂടെയും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മളതിനെ എന്താക്കി മാറ്റുന്നു? സ്റ്റീലാക്കി മാറ്റുന്നു. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡെക്കാൻ പ്ലേറ്റോയിൽ നിന്ന് കിട്ടുന്ന അയണും മഗ്നീഷ്യവും. പിന്നെ ലൈം കിട്ടുന്നുണ്ട്, അലൂമിനിയം കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന ഡെക്കാൻ പ്ലേറ്റോയിലെ മിനറൽസ്. ഈ മിനറൽസ് എല്ലാം നമ്മുടെ ഈ റിഗർ എന്ന് പറയുന്ന ലാവ സോയിലാണല്ലോ റിഗർ, ആ ബ്ലാക്ക് സോയിൽ അതിനകത്തുണ്ട്. ഓക്കെ, അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ദെൻ വെസ്റ്റേൺ ഗട്ട്. ദിസ് മൗണ്ടൻ റേഞ്ചസ്, നമുക്കറിയാം വെസ്റ്റേൺ ഗട്ടും ഈസ്റ്റേൺ ഗട്ടും ഉണ്ടല്ലോ. അതിൽ വെസ്റ്റേൺ ഗട്ട് നമുക്കിന്ന് സമയം തികയുമെന്ന് തോന്നുന്നില്ല. നമുക്കിന്ന് വെസ്റ്റേൺ ഗട്ട് പഠിക്കാം, എന്നിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈസ്റ്റേൺ ഗട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ പഠിക്കാം. വെസ്റ്റേൺ ഗട്ട്, ദിസ് മൗണ്ടൻ റേഞ്ചസ് എക്സ്റ്റെൻഡിങ് ഫോർ 1600 കിലോമീറ്റർ. വെസ്റ്റേൺ ഗട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ പെൻസുലാർ പ്ലേറ്റോയുടെ വെസ്റ്റ് ഭാഗത്ത് ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് വെസ്റ്റേൺ ഗട്ട്. അതിൻ്റെ നീളം എത്രയുണ്ടെന്നാണ് പറയുക? 1600 കിലോമീറ്റർ ഫ്രം കന്യാകുമാരി ഇൻ ദ സൗത്ത് ടു ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ഇൻ ദ നോർത്ത്. ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ നീളമുള്ള നീണ്ടു കിടക്കുന്ന പർവ്വതമാണ് വെസ്റ്റേൺ ഗട്ട്. സഖ്യ കേട്ടോ. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് വെസ്റ്റേൺ ഗട്ട്. ദിസ് റേഞ്ച് ഈസ് ദ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ഡെക്കാൻ പ്ലേറ്റോ. ഡെക്കാൻ പ്ലേറ്റോയുടെ വെസ്റ്റ് ഭാഗമാണ് വെസ്റ്റേൺ ഗട്ട്. ദ ഹൈറ്റ് ഓഫ് ദ റേഞ്ചസ് ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. നോർത്തിൽ, അതായത് നോർത്ത് എന്ന് പറയുമ്പം ഈ ഗുജറാത്തിൻ്റെ ഭാഗം, അവിടെ ഇതിന് ഹൈറ്റ് കുറവാണ്. എന്നാൽ ഗ്രാജുവലി ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും എങ്ങോട്ട് വരുമ്പോൾ? കന്യാകുമാരി ഭാഗത്തേക്ക്, സൗത്തിലേക്ക് വരുമ്പോൾ. ഇതിലെ ഏറ്റവും പൊക്കമുള്ള പീക്ക് ഏതാണ്? ആനമുടി. Anamudi is the largest peak, highest peak in the Western Ghat, and its height is 2695 meter. 2695 മീറ്റർ ഉള്ള ആനമുടിയാണ് വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. ദ വെസ്റ്റേൺ ഘട്ട് റേഞ്ചസ് നോൺ ആസ് അതിനകത്ത് വെസ്റ്റേൺ ഘട്ടിൽ തന്നെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന ചില ചെറിയ ചെറിയ കുന്നുകളുണ്ട്. ഈ കുന്നുകളുടെ പേരെന്ന് പഠിക്കണം. ഇളമലൈ, അത് കേരളത്തിൻ്റെ ഭാഗത്താണ്. നീലഗിരി, അത് കർണാടകയുടെ ഭാഗത്താണ്. നമുക്കറിയാവും, നമ്മൾ നീലഗിരി കുന്നുകളിലല്ലേ പോകുന്നത്. എവിടെ പോകുമ്പോഴാണ്? നമ്മൾ ഊട്ടിക്ക് പോകുമ്പോൾ അല്ലേ, നമ്മൾ ഊട്ടി പോകുമ്പോൾ നമ്മൾ ആ കുന്നിൻ്റെ പേരാണ് നീലഗിരി. അവിടെ വളരെ ടീ പ്ലാന്റ് ഒക്കെയുള്ള നീലഗിരി ഹിൽസ്, അവിടെ നമുക്കറിയാം ടീ പ്ലാന്റേഷനാണ് ഏറ്റവും കൂടുതൽ. അവിടെ അതിൻ്റെ ഫാക്ടറികളും മറ്റും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഊട്ടി പോകുമ്പോൾ ഓർത്തോണം, അതാണ് നീലഗിരി. അത് വെസ്റ്റേൺ ഘട്ടാണ്. തമിഴ്നാടിൻ്റെ, കർണാടകത്തിൻ്റെ ഒക്കെ ഭാഗമാണ് ഈ നീലഗിരി. എന്നാൽ കേരളത്തിൻ്റെ ഭാഗത്താണ് നമ്മളെ ഇളമലൈ എന്ന് പറയുന്ന ഒരു മല. ഇനി മഹാരാഷ്ട്രയുടെ ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ വെസ്റ്റേൺ ഘട്ടിൽ ഒരു കുന്നുണ്ട്, അതിൻ്റെ പേര് സഹ്യാദ്രി. അപ്പോൾ സഹ്യാദ്രി മഹാരാഷ്ട്രയിലെ, നീലഗിരി കർണാടക, തമിഴ്നാട്ടിലെ, ഇളമലൈ എന്ന് പറയുന്നത് കേരളത്തിലെ. ഈ മലകളെല്ലാം ഇവിടെ തന്നെ കാണപ്പെടുന്നു, വെസ്റ്റേൺ ഘട്ടിൽ കാണപ്പെടുന്നു. വെസ്റ്റേൺ ഘട്ടിൻ്റെ ചില മലനിരകളാണിതൊക്കെ, നീലഗിരി. ഓക്കെ, ഇനിയും ഈ ആനമുടി പോലെ തന്നെ
അത്രയും ഹൈറ്റ് വരുന്നില്ലെങ്കിലും ഒരല്പം ഹൈറ്റ് കുറവുള്ള ഒരു മലയും കൂടെ ഉണ്ട്, നമുക്ക് ഒരു പീക്ക് കൂടെ ഉണ്ട്. ഡോഡാബെട്ട എന്നാണ് അതിൻ്റെ പേര്. ഡോഡാബെട്ട നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്ന ഡോഡാബെട്ട ഒരു പീക്കാണ്.